ത്തിലേക്കെന്നാണോ ജിന്നുമായി ഇടപെട്ട ആളുകളോട് അല്ലാഹു പറയുന്നത്? അല്ല, നേരെ മറിച്ച് അവിടെ വെച്ച് അല്ലാഹു പറയുന്നു അന്നാറു മസവാക്കും അന്നാറു മസവാക്കും അന്നാറു മസവാക്കും ഖാലിദീന ഫീഹാ. പൊയ്ക്കോ നരകത്തിലേക്ക്, പൊയ്ക്കോ നരകത്തിലേക്ക്, പൊയ്ക്കോ നരകത്തിലേക്ക്. നരകമാണ് നിന്റെ സങ്കേതം. ആ നരകത്തിൽ നീ ശാശ്വതനായിരിക്കുമെന്ന് അവിടെ മനുഷ്യരോടല്ല വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാന്യ സഹോദരങ്ങളെ, ഇതിനെ എതിർക്കാൻ, ഇതിനെ ഖണ്ഡിക്കാൻ തെളിവുള്ളവരുണ്ടെങ്കിൽ വരൂ, തെളിവുള്ളവരുണ്ടെങ്കിൽ കൊണ്ടുവരൂ. അള്ളാഹുവിന്റെ ആയത്തിനെ എതിർക്കാൻ തെളിവുള്ളവരുണ്ടെങ്കിൽ വരൂ. അവർ പാഞ്ഞു നടക്കണ്ട, ഒളിച്ചു നടക്കണ്ട, ഒളിച്ചു നടക്കണ്ട. നേർക്ക് നേരെ വരാം, തെളിവുമായി വരാം, പ്രമാണവുമായി വരാം, ആയത്തുമായി വരാം, ഹദീസുമായി വരാം. എന്നിട്ട് നേർക്ക് നേരെ തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ബേജാറാകണ്ട, ബഹളം വെക്കണ്ട. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ആയത്തിനെ ഖണ്ഡിക്കാൻ പറ്റിയ തെളിവുണ്ടോ? ജിന്നിനോട് ഭൗതികമായ കാര്യം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നത് ഖുർആനിൽ നിന്നൊരായത്ത്, സ്വഹീഹായ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇവിടെ മനസ്സിലാക്കണം മാന്യ സഹോദരങ്ങളെ, അല്ലാഹു എന്താ പറയുന്നത്? ജിന്നും മനുഷ്യരും തമ്മിൽ പരസ്പരം ഉപകാരമെടുത്തതിനാൽ നാളെ അത്തരം ഉപകാരമെടുത്ത മനുഷ്യർക്ക് നരകമല്ല കൊടുക്കുമെന്ന് ഖുർആനിൽ പറയുമ്പോ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിത ലോകം പറയുന്നത് കാണാം. ഫസ്തിംദാഉൽ ഇൻസി ബിൽ ജിന്ന്, മനുഷ്യൻ ജിന്നിനെ കൊണ്ട് ഉപകാരമെടുക്കാറുണ്ട്. ആരാ ജിന്നിനെ കൊണ്ട് ഉപകാരമെടുക്കുന്നത്? സലഫികളാണോ, മുജാഹിദുകളാണോ, തൗഹീദുള്ളവരാണോ? അല്ല, നേരെ മറിച്ച് കാഹിനുകൾ, കഹനത്തിന്റെ ആളുകള്, ജ്യോത്സ്യന്മാര്, കണക്ക് നോക്കുന്ന ആളുകള്, ജ്യോതിഷികള്, അവരാ ജിന്നിനെ കൊണ്ട് ഉപകാരമെടുക്കുന്നത്. എങ്ങനെയാണ് അവർ ഉപകാരമെടുക്കുക? ഫീ ഖലാഇ ഹവായിജിഹി വംതിസാലി അവാമിരിഹി വഇഖ്ബാരിഹി ബിശൈഇൻ മിനൽ മുഗയ്യബാത്ത്. അതേ മനുഷ്യരിൽ ഈ ജ്യോത്സ്യന്മാരെ പോലെ ജ്യോത്സ്യരായ, അതുപോലെ പിശാചുമായി ബന്ധപ്പെടുന്ന, ജിന്നുമായി ബന്ധപ്പെടുന്ന ഈ രൂപത്തിൽ പിശാച് സേവകരായ ആളുകള്, ഈ ജ്യോത്സ്യന്മാര് അവരെന്തെടുക്കും? ആ ശൈത്താനെ ഉപയോഗപ്പെടുത്താറുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. അതുപോലെ തന്നെ അവരുടെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല. ഇഖ്ബാരിഹി ബിശൈഇൻ മിനൽ മുഗയ്യബാത്തി, അയാൾക്ക് കാണാൻ കഴിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് പിശാചിനെ, ജിന്നിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അതാണ് ജിന്നിനെ കൊണ്ട് മനുഷ്യൻ ഉപകാരമെടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് ജിന്നിന് മനുഷ്യനെ കൊണ്ട് എന്തുപകാരമാണുള്ളത്? മനുഷ്യനെ കൊണ്ട് എന്തുപകാരമാ ജിന്നിനെടുക്കാൻ കഴിയുന്നത്? നമുക്കൊരു ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ ജിന്നിന്? ഒരു ബിരിയാണി ജിന്നിന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? കല്യാണത്തിന് വിളിക്കാൻ പറ്റുമോ? ജിന്നിനെ വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്താണ് ജിന്നിന് മനുഷ്യനെ കൊണ്ടുള്ള ഉപകാരം? അതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാര് പറഞ്ഞു, വസ്തിംദാഉൽ ജിന്നി ബിൽ ഇൻസി തഅലീമുഹു ഇയ്യാഹു വസ്തിആനതുഹു ബിഹി വസ്തിഗാസതുഹു വഖുദൂഉഹു ലഹു. മനുഷ്യൻ ജിന്നിനെ ഒന്ന് ബഹുമാനിച്ചാൽ മാത്രം മതി. മൂപ്പരൊന്ന് ബഹുമാനിക്കണം. ആര്? ഈ കാക്കാമാര് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സലഫിയായ ആളൊക്കെ ഇങ്ങനെ ജിന്നിനെ ബഹുമാനിച്ച ഈ ജിന്നിനൊക്കെ ഉണ്ടാവുന്ന അഹങ്കാരം എത്ര ആയിരിക്കും? ഓ, അള്ളാനെ വിളിച്ച് നടന്ന മനുഷ്യന്മാരെ ദാ നിൽക്കണുണ്ടോ എന്റെ മുന്നില്. വസ്തിആനതുഹു ബിഹി, ജിന്നിനോട് ഇസ്തിആനത്ത് ചെയ്യുക, സഹായം തേടുക. സലഫികളായ ആളുകള് ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ല മതി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന ആളുകള്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തോതി നടന്ന ആളുകള്, അവർ താവനു അലൽ ബിർരി വത്തഖ്വ, കുറ്റിക്കാട്ടിലെ ജിന്നും. അതുപോലെ ചില സലഫി പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാരെങ്ങനെ വാദമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ കാഫിർ എന്ന് പറയാൻ പറ്റോ, മുശ്രിക്ക് എന്ന് പറയാൻ പറ്റോ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നിനോട് സഹായം തേടുന്ന അവസ്ഥയിലേക്ക് ഈ രൂപത്തിൽ മാറിപ്പോയാൽ അത് ജിന്നിനെ കൊണ്ടുള്ള ഉപകാരമെടുക്കലാണ്. അത് പാടില്ല. അത് നരകം ശാശ്വതമായി വാങ്ങിത്തരുന്നതാണ് എന്ന് വളരെ വ്യക്തമായി പണ്ഡിത ലോകം വിശദീകരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മുടെ സക്കരിയ മൗലവി ചെയ്യുന്ന ഒരു തട്ടിപ്പ് എന്നറിയോ? അദ്ദേഹം പറയും അതൊക്കെ മൗലവി അഭൗതികമായ ചോദ്യമാണ്, അഭൗതികമായ ചോദ്യം ചോദിച്ച ശിർക്കാണ്. മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ പോലെ അഭൗതികമായ കാര്യം ചോദിക്കുന്നതിനെ കുറിച്ചാണ് ആ ആയത്തിലൊക്കെ പറയുന്നത്. അല്ല, സലഫി പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. എന്താ പറയുന്നത്? അതേ, അഭൗതികമായ രൂപത്തിലുള്ള സഹായതേട്ടം തേടിയാലും ശിർക്ക് തന്നെയാണ്. വകദാലികല്ലദീന യുനാദൂനൽ ജിന്ന ഇൻദ ശിദ്ദതി വഇൻദൽ ഖൗഫി ഹാദാ ഐലൻ കുല്ലുഹു മിനശ് ശിർക്കിൽ അക്ബർ.
ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോ, ഭയമുണ്ടാകുമ്പോൾ അയാൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കുൻ അക്ബറാണ്, വലിയ ശിർക്ക് തന്നെയാണ്. ഒരാൾക്ക് പേടിയോ പ്രയാസമോ ബേജാറൊക്കെ ഉണ്ടാവുമ്പോ മൂപ്പര് വിളിച്ച് തേടുക, ആരോട്? ജിന്നിനോട്. അപ്പൊ വേണമെങ്കിൽ അത് അഭൗതികമായ തേട്ടാണെന്ന് പറയാം. എന്നാൽ അത് മാത്രമല്ല, ഭൗതികമായ തേട്ടമോ അതേ മയ്യസ്തഈനു ബിൽ ജിന്നി ഇൻദമാ യതഹാസമു മഅഹദ്, ഒരുത്തനും വേറൊരുത്തനും തമ്മിൽ തല്ലൂടുക, രണ്ടാളുകൾ തമ്മിൽ വഴക്കിടുകയാണ്, ഒരാൾ ഒരു ഭാഗത്ത് വേറൊരാൾ ഇപ്പുറത്ത്. ആ രണ്ട് ആളുകൾ തമ്മിൽ വഴക്കിടുമ്പോ ഇതിലൊരാളൊരു ജിന്നനാണ് എന്ന് വിചാരിക്കുക. ജിന്നൻ എന്ന് വെച്ചാൽ ജിന്നുമായി ഇടപെടുന്ന ആള്, ജിന്നെ വിളിച്ച ശിർക്കല്ല എന്ന് വിചാരിക്കണ ഒരാള് ആണ് തല്ല് കൂടുന്ന ഒരാള് എന്ന് വെച്ചാൽ ഭൗതികമായ ജിന്നോട് സഹായം തേടിയ ശിർക്കല്ല എന്ന് വിചാരിക്കുന്ന ഒരു കാക്ക വിളിക്കാണ്. എന്താ വിളിക്കുന്നത്? യാ ജിന്ന്, യാ ജിന്ന് ഖുദൂ ഇഫ്അലു കദാ വകദാ, ഇഫ്അലു കദാ വകദാ. വഴിയെ പോണ ഒരു കൂട്ടുകാരൻ ചങ്ങാതി പോകുമ്പോ വിളിച്ചു പറയണ പോലെ ഇയാൾ വിളിച്ചു പറയാണ്, യാ ജിന്ന്, ഓ ജിന്നേ, ഇഫ്അലു ബിഹി കദാ വകദാ ഖുദൂ, ഇവനെ പിടിക്ക്, അത് അവൻ അടിക്ക്, നടുവിനെ വെട്ട്, പെടലിക്കടിക്ക് എന്ന് ആരോടാ പറയണത്? ആരോടാ പറയുന്നത്? ജിന്നിനോടാ പറയുന്നത്. ഭൗതികമല്ലേ? ഭൗതികമായ കാര്യമല്ലേ? അഭൗതികമല്ലല്ലോ. മനുഷ്യരോട് ചോദിക്കാവുന്നതല്ലേ? ഈ ചോദ്യം ശിർക്കാണെന്നാണോ ശിർക്കല്ലെന്നാണോ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്? വഹാദാ ശിർക്കും ബില്ലാഹി അസ്സ വജല്ല, വഹാദാ ശിർക്കും ബില്ലാഹി അസ്സ വജല്ല. ഇത് അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ്, ശിർക്ക് വെക്കലാണ്. എന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് വഖാല ഔലിയാഉഹും മിനൽ ഇൻസി റബ്ബനാ ഇസ്തംദാ ബഅദുനാ ബിബഅദ്. ആയത്തോതിയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്നത്. ഇതിനെതിരെ ദുർബലമായ ഒരു ഹദീസിന്റെ വാല് പിടിച്ച് അതിന്റെ പിന്നാലെ പോയി കാലയിൽ തൂങ്ങി, കീളയിൽ തൂങ്ങി സലഫികൾക്കിടയിൽ അന്ധവിശ്വാസവും അതുപോലെ തന്നെ പച്ച ശിർക്കും കുഫ്റും പ്രചരിപ്പിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഇത്തരം സലഫി പ്രവർത്തകരുടെ തല മണ്ണിൽ കുത്തുന്നത് വരെ സ്വസ്ഥമായി അനുവദിക്കുകയില്ല. ഇന്ത്യ രാജ്യമാണ്, ആർക്കും പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. മൈക്ക് വെക്കാം, പെർമിഷൻ എടുക്കാം, ആർക്കും പ്രസംഗിക്കാം. ഇവിടെ യുക്തിവാദികൾ പ്രസംഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുടിസുന്നികൾ പ്രസംഗിക്കുന്നുണ്ട്, കുബൂരികൾ പ്രസംഗിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ആർക്കും പ്രസംഗിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ സ്വസ്ഥമായി ഏകപക്ഷീയമായി ഈ ശിർക്ക് പ്രചരിപ്പിക്കാമെന്ന് ഒരാളും വിചാരിക്കേണ്ട. ഇവിടുത്തെ സലഫി പ്രവർത്തകരുടെ തല മണ്ണിൽ കുത്തുന്നത് വരെ സ്വസ്ഥമായി ഏകപക്ഷീയമായി ഈ ശിർക്ക് ഇവിടെ പ്രചരിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് വരെ നമ്മൾ ചിന്തിക്കാത്ത മറ്റൊരു സംഗതിയാണ്. എന്താണ്? നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് ആര്? റഖീബ് അതീദ്. നമുക്കെല്ലാവർക്കും അറിയാം, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, അത് കളവല്ല, അത് തമാശ പറഞ്ഞതല്ല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് അറിയാതെ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കിറാമൻ കാതിബിൻ യഅലമൂന മാ തഫ്അലൂൻ. മാന്യന്മാരായ എഴുത്തുകാരാണവർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് മുഴുവനും അവരറിയുന്നുണ്ട്, നിങ്ങളുടെ അടക്കം അവരറിയുന്നുണ്ട്, അനക്കം അവരറിയുന്നുണ്ട്, കൃത്യമായി അവരത് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒറ്റപ്പെട്ടു പോകുമ്പോ റഖീബെന്നെ സഹായിക്കണേ, അതീതെന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ തേടിയാലോ ചോദിച്ചാലോ അത് ശിർക്കാണോ ശിർക്കല്ലേ എന്ന് ചോദിച്ചാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയമുണ്ടായിരുന്നില്ല, സലഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. റഖീബെ കാക്കണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതീതെ എനിക്ക് വഴികാട്ടിത്തരണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റഖീബെ എന്നെ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതീതെ എന്നെ കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ റഖീബെ ആ വണ്ടി ഒന്ന് നീക്കിത്തരണേ എന്ന് പറഞ്ഞാൽ, ഈ രൂപത്തിലുള്ള തേട്ടം ശിർക്കാണ് എന്നതിൽ സലഫികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. എന്നാലോ വളരെ വ്യക്തമായി അതിലും അഭിപ്രായ വ്യത്യാസം വലിച്ചുകൊണ്ടുവന്നു, അഭിപ്രായ വ്യത്യാസം വലിച്ചുകൊണ്ടുവന്നു. ഹലോ, അസ്സലാമലൈക്കും. പറമ്പല്ലേ? ഹലോ, അതെ. മൗലവി, ഒരു സംശയം ചോദിക്കാനാണ്. ചോദിച്ചൂടെ? അറിയെങ്കിലും പറയാം. ആയിക്കോട്ടെ. പിന്നെ നമ്മളെ മടവൂര് ഗ്രൂപ്പിലെ ആളുകൾ ചില ചോദ്യങ്ങളായി ലേഖനം വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ അവര് ചോദിക്കുന്നത് സൃഷ്ടികളെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ പറഞ്ഞത് സൃഷ്ടികളെ കഴിവിൽപ്പെട്ട അല്ലാത്ത ഒരാളും ചോദിക്കാൻ പറ്റുമോ? അല്ല, ഈ ജിന്ന് സൃഷ്ടിയല്ലേ? അയർത്ഥത്തിൽ അവര് അപ്പൊ ജിന്നിനോട്, നമ്മളെ ചുറ്റുഭാഗത്തുമുള്ള ജിന്നിനോട് ചോദിച്ചാല് ശിർക്കാവുമെന്ന് ജബ്ബാർ മൗലവി ശിർക്കല്ലാന്ന്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോ ഈ ചുറ്റുഭാഗത്തുള്ള ജിന്നുകളൊക്കെ അദൃശ്യരാണല്ലോ. ആ അപ്പോ അവരോട് ഒരു കാര്യം ചോദിക്കാണ്, എന്നെ സഹായിക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ സൃഷ്ടികൾ അവരെ കഴിവിൽപ്പെട്ട് ചോദിക്കുന്നോണ്ട് ശിർക്കല്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തില് റക്കീബെല്ലാം ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ റക്കീബ് അത്തീദിനോട് നമ്മൾ വേണ്ടേല് ഒന്ന് സഹായിക്കണെന്ന് പറഞ്ഞ ശിർക്കാകുമോ ചോദിക്കുന്നു. ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല. എന്തായാലും അവരോട് ഈ വിഷയത്തിനെ കുറിച്ച് എന്നോട് നേരിട്ട് സംസാരിക്കാൻ. ആ അല്ല, ഇതിന് ഞാനെന്താ ഉത്തരം പറയേണ്ടത്? ഉത്തരം പറയണ്ട, ആദ്യം ഇവരോട് അത് ചോദിക്കാം. എന്തേ ഇവരെ ഈ സ്ഥലോ ഇവരിൽ നിന്ന് ആരെങ്കിലും ഉന്നതരോ ഈ വിഷയമായിട്ട് ഞാനുമായിട്ട് ഇരുന്ന് ചെയ്യാറുണ്ടോ? അല്ല, അത് ചോദിക്കുക. പക്ഷെ ഇവർ ഈ പറഞ്ഞതിന് ഞാനെന്താണ് ഉത്തരം പറയേണ്ടത്? അതാ പറയുന്നത്. അവര് പറയോ അത് ഒഴിഞ്ഞു മാറിക്കളയും ചിലപ്പോ. നമുക്കിപ്പോ അനക്കുകയാണ് അവരോട്. അതാ, പക്ഷെ ഈ ചോദിക്കുന്ന ആള് അവരാളെന്നാണോ എനിക്കറിയില്ല. അല്ല, അതെന്തായാലും നമ്മളിപ്പോ അവര് ചോദിച്ചാലും ശരിക്കും അവരോട് ഉത്തരം പറയേണ്ടത് ഇപ്പൊ ചോദിക്കട്ടെ. അതെ, നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് നിങ്ങളിപ്പോ ഒരു മടവൂരിയാണോന്ന് ഞാൻ അറിയോ? അല്ല, അതങ്ങനെ പറഞ്ഞാൽ അവരെന്താ പറയാന്ന് പറഞ്ഞാല് മൗലവി ഒഴിഞ്ഞു മാറുന്നതാ പറയാന്. അവരെന്താ അതിനാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വിഷയത്തില് ഞാനുമായിട്ട് അവരിൽ നിന്ന് ആരെങ്കിലും ഒരു ഉന്നത എന്നാ മൗലവി അങ്ങനെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ. അതായത് ഞാൻ എന്നെ മടവൂരി അങ്ങനെ തന്നെ വിശ്വസിച്ച ഞാൻ ചോദിക്കും നിങ്ങളോട്. ഞാൻ പണ്ഡിതനൊന്നും വല്ല ചോദിക്കാൻ നോട്ടിക്കാം. റക്കീബ് അത്തീബ് ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ. അതാ ഈ വിഷയമായിട്ട് മലക്കുകളോട് ചോദിക്കാന് റക്കീബ് മലക്കുകളെ ഓരോരുത്തരും ഓരോന്നിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേ അവരോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോ ഏത് മലക്കിനോട് ചോദിക്കാനോ? നമ്മൾ മരുഭൂമിയിൽ വെച്ചിട്ട് ചോദിക്കുന്ന ഏത് മലക്കാ? ചോദിച്ച മലക്ക് ഇല്ല, അറിയില്ല. പക്ഷേ ഇത് ഞാൻ ചോദിക്കാന്നല്ല, അറിയിക്കണമെന്നല്ല പറഞ്ഞത്. ചോദിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ചെറുക്കാവൂല എന്നാ പറഞ്ഞത്. ചെറുക്ക് ചോദിക്കാലോ. അതാ ചെറുക്കാവൂ, കള്ളുകൂടി ചെറുക്കാവൂല എന്ന് പറഞ്ഞാൽ കള്ളു. മൗലവി അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനല്ല. ചോദിക്കാതുള്ളത് നമുക്കാര് ചോദിക്കുമെങ്കിൽ ചെറുക്കല്ല, അപ്പൊ ഹറാമാണോ? അതാ പറഞ്ഞ മൗലവി അതങ്ങനെ ഇവര് പറയുന്ന ഉരുട്ടും ചതിവും പറയുന്നതല്ല ഇതിൽ കൂടി വരുന്നത്. നേർക്ക് നേരെ നമ്മൾ പലരും തൗഹീദും ചെറുക്കും ചോദിച്ചാല് തൗഹീദിന് ഇത് ഞാൻ അമ്പലക്കടയിൽ ചെയ്ത അമ്പലക്കടവിന്റെ വാദത്തില് മലക്കുകളില് അഭൗതികമായ ഒരു ചുരുക്കം വരുന്നില്ല എന്ന് പറഞ്ഞതാ. ആ വാദത്തിൽ ഒരു തെറ്റുമില്ല. ഇല്ല, പക്ഷെ ഇത് ചോദിക്കാൻ കാരണം എന്താ അറിയോ? ഇപ്പോ സൃഷ്ടികളെ കഴിവിന്റെ അപ്പുറത്ത് ചോദിച്ചാല് അതായത് സൃഷ്ടികൾ എന്ന് പറഞ്ഞാലും മലക്കുകൾ സൃഷ്ടികളാണ്. മരിച്ചവരെന്തായാലും അദൃശ്യ ലോകമാക്കൾ പോയി. മലക്കുകൾ ഞങ്ങളെ ചുറ്റുഭാഗത്തുണ്ട്, അവർ മരിച്ചവരല്ല. അപ്പൊ അവരോട് തീർക്കാവൂല എന്ന് മലക്കുകളോട് ചോദിക്കുന്നത് ഏത് മലക്കനല്ലേ ഏൽപ്പിച്ച് നമ്മൾ ആ ചോദിക്കുന്നോണ്ട് അത് വെറുതെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ റക്കീബ് അത്തീദിനോട് ചോദിച്ചു തീർക്കാവോ അല്ല അനുവദനീയമാവോ? ഏൽപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയില്ല. ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മരുഭൂമിയിലെത്തിയ റക്കീബിനോട് ഞാൻ സഹായം ചോദിച്ചു എന്ന് കൂട്ടിക്കാം. റക്കീബ് അത്തീദിനോട് ചെറുക്ക് വരുന്നില്ല. അതാണ് എനിക്ക് അറിയേണ്ടത്. അത് അവരോട് അതായത് റക്കീബ് അത്തീദിനോട് ചോദിച്ചാൽ ചെറുക്ക് വരുന്നില്ല ധൈര്യത്തിൽ പറഞ്ഞൂടെ? പറയാം. പക്ഷെ എന്തില്ല, ആ ചോദ്യത്തിൽ ഒരു തെളിവില്ല. തെളിവില്ല, ചോക്കാവുക ഇല്ല. ചുരുക്കാവൂല. പക്ഷെ ഒരു പിന്നെ വളരെ വിഡിത്തം ചെയ്യാന്നേ ഉണ്ടാവുള്ളൂ. അതെ, അല്ല നമുക്കൊരു വിഡിത്തോ നമുക്കിപ്പോ ഒറ്റപ്പെട്ട സ്ഥലത്ത് വണ്ടി നിന്ന് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ട് അവരതാ ചോദിക്കണം. വണ്ടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോയി കഴിഞ്ഞാല് റക്കീബെ എന്നാ വണ്ടി അങ്ങനെ ചോദിക്കാൻ നമുക്കൊരു അറിവും ലഭിച്ചിട്ടില്ല. പെടുത്തി തന്നിട്ടില്ല എന്ന് പറയാം അല്ലേ? അതല്ലേ പറയാൻ പറ്റുക? അതെ, പക്ഷില്ല, ചുരുക്കില്ല. അത് ശരി. അപ്പൊ അതങ്ങനെ പറയാം. അപ്പൊ ഈ വിഭൂമിയിൽ വെച്ചിട്ട് ഞങ്ങൾ മനുഷ്യനായാലും ജിന്നായാലും മലക്കായാലും എന്നെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാല് അവിടെ മലക്കിനെ ഉദ്ദേശിക്കുന്നു. ഒന്ന് മലക്കാണ് ഉദ്ദേശിച്ചത്. എന്നെ രക്ഷിക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ? ഒരുപാട് വിഡിത്തം പറയില്ലല്ലോ. മലക്കാണ് ആ ശിർക്കിന്റെ അഭൗതിക വിശ്വാസം വരുന്നില്ല, ശിർക്ക് വരുന്നില്ല എന്നാ പറഞ്ഞത്. അവിടെ പിന്നെ അദൃശ്യമായ ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോ അത് അഭൗതികം തന്നെയല്ലേ? അല്ല, അദൃശ്യം വിചാരിച്ചുകൊണ്ട് അഭൗതികമാവില്ല. പിന്നെ അത് ഞാൻ ആ ലേഖനത്തിൽ പറഞ്ഞത് ഹിമാലയം ഒന്നായിട്ട് ഇറക്കിപ്പറിച്ച് ചിറകമേലായി വഹിച്ചു കൊണ്ടുപോകാൻ ജിബ്രീലിന് സാധിക്കുമെന്ന് വെച്ചാലും അതിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞത്. അത് ഹിമാലയം പർവ്വതം വലിച്ചു കൊണ്ടുപോകുന്ന സംഭവം. മറിച്ച് ഇത് ഞങ്ങൾ തമ്മിൽ ഒരാളോട് ഒരു മലക്കിനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ സഹായിക്കാണ് രക്ഷിക്കാണെന്ന് വിശ്വസിക്കുക, അത് ശിർക്ക് വരില്ലായിരിക്കുന്നത്. അത് ജിബ്രീലിന്റെ കഴിവ്. അതായത് ഞമ്മക്ക് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാ പ്രശ്നം. അത് വിശേഷമായിട്ടാണ് പറഞ്ഞിട്ടുമില്ല.
അത് ശരി. അപ്പൊ നമുക്കിപ്പം വിജനമായ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ അവരോട് പറയാ, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാ അല്ലെ? ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അമ്പലക്കടവിന് മറുപടിയാണ്. അല്ല, നമ്മളിപ്പം മറുപടി ഇപ്പം സുന്നിയായാലും ആർക്കായാലും മറുപടി പറയാന്ന് അവര് ചോദിക്കാന്. അവര് ചോദിച്ചാൽ മറുപടി ഇന്നാക്കൊരു മറുപടി എന്ന് അവർ പറയില്ലല്ലോ. ഇല്ല, കാരണം നിങ്ങളിപ്പോ ഇസ്ലാം വായിച്ചോ? അതെ, ആ ഇസ്ലാമിൽ ഞാൻ ഈ പറഞ്ഞ ചെറിയ ഷബാബിൽ എഴുതിയതുണ്ടല്ലോ. അപ്പൊ ഷബാബിൽ എഴുതിയത് ഇതേമാതിരി തന്നെ നിങ്ങൾ ചെറിയ മുണ്ണം പറഞ്ഞതായിട്ടുള്ള സംഭവം വായിച്ചു ഞാന്. അതായത് തെറ്റുന്നല്ലേ? എങ്ങനെ? ചെറിയ മുണ്ണം പറഞ്ഞ അദൃശ്യരായത് കൊണ്ട് അവർ അഭൗതികരല്ല, അവരെ നമ്മൾ കാണാൻ അഭൗതികം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ ചെറിയ മുണ്ട? അത് പ്രാർത്ഥനയാകുന്നില്ല. അതന്നെ ഞാനും പറയുന്നു. അതെ, അതേ സംഭവം തന്നെ ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദീനിനെ ഓദിക്കുന്നവർ നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം ചെറിയ മുണ്ട് പറഞ്ഞത് നമ്മളിപ്പോ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ചെറിയ മുണ്ടം എന്നല്ലല്ലോ. അല്ല, അപ്പൊ അത് യുവത. ഞാൻ പറഞ്ഞു മൗലവി, ഞാൻ നിങ്ങളെല്ലാം കണക്കൂട്ടണ്ട. യുവതയോ അല്ലാന്നല്ല, യുവത പോയി തത്തുവിട്ട നമുക്ക് പ്രശ്നമില്ലത്. ശരിയും തെറ്റുമാണ് ഇവിടെ പ്രശ്നം. അത് ഞാൻ മൗലവിനെ ചെറിയ മുണ്ടത്തിന്റെ രേഖയുണ്ടോ? മടവൂരികളോട് പറയുന്നതാ പറയുന്നത്. അതെ, ഞാൻ പറയുന്നത് അതെ, മടവൂരികളോട് പറഞ്ഞാലും ചെറിയ അല്ല മൗലമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞാലും തെറ്റെന്നല്ലേ? അതെ, അപ്പൊ യുവതക്കാര് പറയാത്തില്ലാന്ന് മാത്രമല്ല. മൗലവി ഇപ്പം പറയുന്നത് യുവതനെയോ സുല്ലമി നോക്കിയിട്ടല്ല മൗലവി പറയേണ്ടത്. ഞാൻ പറയുന്നത് മൗലവി യുവതക്കാര്, അതുപോലെ തന്നെ മടവൂര്, ഒറിജിനൽ മടവൂര് പറഞ്ഞാലും ചെറിയ മുണ്ടം പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു വിധിയാ. ആ വിധി ഇസ്ലാമിന്റെ വിധിയിൽ ഞാൻ പറയേക്കല്ല. അപ്പം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ശിർക്കാണ്. പ്രാർത്ഥന വരുന്നില്ല. അദൃശ്യരായോട് നമ്മൾ ചോദിക്കും അത് ശിർക്കല്ലേ? ഇപ്പൊ സംസാരം ഇവിടെയുള്ള ജില്ലകളോ നരക്കുകളോ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതിലെ കാറ്റത്തിന്റെ അപ്പുറമൊന്നുമില്ല. ഇല്ല, അത് വിശ്വസിച്ച പിന്നെ ശിർക്കായെന്ന് തോന്നുന്നില്ല. കാരണം എന്താ, ജിന്നിയൊന്നും ഞങ്ങളെ കാര്യങ്ങൾ അറിയുമെന്നും ഖുർആൻ പറഞ്ഞു ശിർക്കില്ല. അവരോട് പറഞ്ഞാലും ആവശ്യപ്പെട്ടാലും വരൂല. അതാണ് പ്രശ്നം. അവരോട് ചോദിച്ചാൽ അവരോട് പറയുന്നില്ലെങ്കിൽ അത് വിട്ടിട്ടല്ലല്ലോ. ചോദിക്കാൻ പറഞ്ഞാൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സംഗതി ചോദിക്കുമ്പോൾ തെറ്റിട്ടാകുന്നില്ലല്ലോ. ഞാൻ പറയാൻ വേറെ പറഞ്ഞുതരാം. അത് പറഞ്ഞാ പിന്നെ ഇത് പിന്നെ ഈ ഹദീസ് ഇല്ലാഹി മലായിക്കത്ത് യക്തുബൂനമായ യസ്കുത്തുനിൽ ഉറക്കി ചേച്ചടി ഫൈദ അസുക്കും അർജത്തും പൽ യുനാദി ഇബാദല്ല. ഇത് തൊബറാനി റിവായത്ത് ചെയ്യുന്നുണ്ട്. ഹദീസ് പ്രബലല്ല, പക്ഷെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മൗഖൂഫ് ഹസനാണ്. ഹദീസ് മുജറബാണ് എന്ന് നബവി പറഞ്ഞു, അനുബന്ധത്. പിന്നെ ഇമാം അഹമ്മദ് ഇത് വെച്ച് ഹജ്ജിന് പോയാൽ വെച്ചിട്ട് കാവല് നേടി. ഇത് വെച്ച് തൊബറാനി പറട്ടെ, തൊബറാനി ശിർക്ക് പ്രചരിപ്പിച്ചോന്ന് ചോദിച്ചാൽ ഇത് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളോന്നാ ചോദ്യം. അഹമ്മദ് ബിൻ ഹംബൽ ശിർക്ക് ചെയ്തോ? നബവി ശിർക്ക് പ്രചരിപ്പിച്ചോ ചെയ്തോന്നോ ചോദ്യം ആണ്. അത് ഈ ഹദീസ് വെച്ച് ചോദിക്കുന്നതിന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൽ അപർന്നില്ല എന്നുള്ളത് മറുപടി കൊടുക്കുന്നത്. ചോദിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് അല്ല മൗലവി, അതിൽ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞില്ല ഹദീസ് സ്വഹീഹല്ല വൈല്ല. അതല്ല, ഈ ഹദീസിന് ഇത് വൈഫാന്നല്ല, ഹസനാണ്. എന്നുള്ള മൗഖൂഫ് ഹസനാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് അപ്പൊ അവർ ചുറ്റി ശിർക്കല്ല എന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാല് അവർ ശിർക്ക് ചെയ്തൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കാന്ന്, അതിൽ വിട്ടിട്ടം വരുന്നില്ലല്ലോ. കാരണം അവര് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാൻ കാരണം നമുക്ക് തെളിവ് പ്രകാരം കിട്ടാത്തതുകൊണ്ട്. അല്ല, ഇത് നമുക്ക് പോരെ തബറാനിന്റെതും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്ത അവര് ചോദിക്കും. അല്ല, അവര് ചോദിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇനി മുതൽ ഇങ്ങനെയുള്ള സംഭവം ചോദിച്ചാൽ ശിർക്കാവും. അതാ പറഞ്ഞത്, അതിന് ശിർക്ക് വരുന്നില്ല. ശിർക്ക് വരുന്നില്ല, ഭൗതികതയും വരുന്നില്ല. ഇല്ല. അപ്പം മലക്കിനോടും ജിന്നിനോടും നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ മലക്കേരിക്കട എന്ന് പറഞ്ഞാൽ തന്നെ ശിർക്കല്ലല്ലോ. മലക്ക് ഇവിടെ എവിടെയെങ്കിലും എന്ത് ശബ്ദം കേൾക്കണേ അയാൾക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചാലും ശിർക്ക് വരുന്നില്ല. അതാ വിചാരിക്കുന്ന നോക്കിക്കാണ്. മലക്ക് ഇവിടെ എവിടെയെങ്കിലും ചുറ്റുഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കണം വിചാരിക്കലും ചോദിക്കലുള്ള. അല്ല, അത് ആ ഉദ്ദേശത്തോട് കൂടെ ചോദിക്കാൻ മരിച്ചവരെ വിളിക്കുന്ന പോലെ അല്ലല്ല. മരിച്ചുദ്ദേശിക്കുന്നില്ല. മരിച്ചവരെ ശിർക്കാന്നല്ലേ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ഇല്ല, പിന്നെ തീർത്തും പറയുന്നില്ല. അപ്പൊ ഈ സുന്നികൾ ഇപ്പൊ ഉത്തരം മുട്ടി അമ്പലക്കാട് ഫൈസീന്റെ ഇ.കെ. സുന്നികളെ ഇപ്പം വല്ലാണ്ട്. അപ്പൊ അവരോട് കൃത്യമായി മറുപടി പറയണം. അതിനാ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്നോട് വേറെ സ്റ്റൈലിൽ നമ്മൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇട്ട് പോകുന്നതാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്,
ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ആ മലക്കിനെയും ജിന്നിനെയും ഞങ്ങളെ പരിസരത്ത് വിളി കേൾക്കുന്നവരെ വിളിച്ചു ചോദിച്ചാൽ ശിർക്കാകുമോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഇതിനെത്തി പറഞ്ഞൂടെ? പറയാല്ലേ? പറയാ. കാരണം കാര്യകാരണ ബന്ധം അതിലൊന്നുമില്ല. ഈ കാര്യകാരണ ബന്ധം അല്ല എന്നുള്ളത് എങ്ങനെയാ? കാരണം കാര്യകാരണ ബന്ധം വരുന്നത് ജിന്നും മനുഷ്യനും തമ്മിലുള്ള കാര്യകാരണ ബന്ധം എങ്ങനെയാ? അതായത് കാര്യകാരണ ബന്ധം പറഞ്ഞാൽ മനുഷ്യൻ ഇത് സൃഷ്ടിച്ച കഴിവിന് അപ്പുറമുള്ളത് ആളാണ് കാര്യകാരണ ബന്ധത്തിനപ്പുറം. അപ്പൊ ജിന്നിനോട് ചോദിക്കുമ്പോൾ ശിർക്കാകുന്നത് എപ്പോഴാ? അത് തന്നെ അഭൗതിക മാർഗത്തിലൂടെ ആവുമ്പോൾ. അത് ജിന്നിനോട് ഞാൻ ചോദിക്കുന്നേ എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞാൽ അതേ പറഞ്ഞെന്ന് പറയാൻ പറ്റൂല. കാരണം പുറത്താണ് അഭൗതിക മാർഗം. അത് അള്ളാഹ്ക്കറിയാറുള്ളൂ. അതേ ജിന്നിനോട് ഞാൻ എന്റെ കാറ് ഒന്ന് തള്ളി പറഞ്ഞാലോ? പറഞ്ഞാൽ അവിടെ ഒരു പ്രബല തെളിവില്ലാത്തൊന്നും ചെയ്യുന്നു എന്നുള്ളത് ചുരുക്കി വരില്ല. ചുരുക്ക് വരില്ല. പക്ഷെ അവിടെ അഭൗതികം എന്ന് പറഞ്ഞ സംഭവം വരുന്നത് പൊറുക്കലിനെ തേടിയാൽ മാത്രമാണ്. അതല്ലെങ്കിൽ എന്ത് അല്ലല്ല. അത് മാത്രമല്ല, സൃഷ്ടികളുടെ കഴിവിൽ അപ്പുറമുള്ളത് ഒരു തേടിയിട്ടുണ്ടെങ്കിൽ അഭൗതികമാണ്. അതെ, സൃഷ്ടികൾ ഇപ്പൊ ഇവര് ചോദിക്കുന്നത് സൃഷ്ടികളൊക്കെ ഉള്ളതെന്നാണ്. ജിന്നിന്റെ കഴിവിൽ അപ്പുറമുള്ളത് ഇപ്പുറമുള്ളത് നമുക്കിങ്ങനെ പറയാൻ പറ്റുക. ഞാൻ ചോദിക്കുന്ന ഒരേ മൊയ്തീശേക്കങ്ങളെ കാത്തു രക്ഷിക്കലെന്ന് പറഞ്ഞാൽ അഭൗതികമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നമ്മൾ ആത്മീയ ലോകത്താണ് അവരുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ശരിയാകുന്നത്. അതേസമയം ജിന്നിനെയും അതുപോലെ പിശാചുക്കളെ നമ്മൾ കള്ളപ്പെടുത്തി തന്നിട്ടില്ലല്ലോ. ഇല്ലാത്തതിനോട് നമ്മൾ ചോദിക്കും നിങ്ങൾ വിഡിത്തെന്ന് പറഞ്ഞോളൂ. എന്നാലും എങ്ങനെ തിരിച്ചു വരികയാണ്? അതല്ല വിഡിത്ത ഈ തബറാനിയും മറ്റൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ അതില്ലാതെ പറയുന്ന അതിന് അവരോട് ശരിക്കും ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. മൂലം ആകെ തളർന്നു നീ കണ്ടോ? ശിർക്കാവൂല, ചോദിക്കാൻ തെളിവില്ലാന്നേ ഉള്ളൂ എന്നാ. എന്താ ചോദിക്കാൻ തെളിവില്ലാന്ന് പറയാൻ കാര്യം എന്നറിയോ? ഖുർആനിൽ അങ്ങനെ ആയത്തില്ല, അങ്ങനെ ഹദീസും ഇല്ല. അതുകൊണ്ട് അവരെ ചോദിക്കാൻ തെളിവില്ല. പിന്നെ ചോദിച്ചാലോ ശിർക്കാവൂല. തെളിവില്ല പക്ഷെ ചോദിച്ചാലോ ശിർക്കാവൂല. എന്താണ് അത് ചോദിച്ചാൽ ശിർക്കാവൂല എന്ന് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? യുക്തിവാദം. ഇതല്ലേ അക്കലാനിയത്ത്? ഇതല്ലേ യുക്തി? പ്രമാണം എവിടെ? ഹാത്തു ബുർഹാനക്കും തെളിവെവിടെ? തെളിവെവിടെ? പ്രമാണമെവിടെ? അപ്പോ ഇത് വളരെ വ്യക്തമായ യുക്തിവാദം, അക്കലാനിയത്താണ് ആകെയുള്ള തെളിവ്. കാരണം ചോദിക്കാൻ തെളിവില്ല എന്ന് പറയാൻ കാരണം ഖുർആൻ അങ്ങനെ ആയത്തില്ല, ഖുർആൻ ഹദീസില്ല. ഇനി മാത്രല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലോ എതിരായത്ത് കാണുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ഒരു കാര്യം മാന്യസഹോദരൻ മനസ്സിലാക്കണം. ഇതിപ്പോ ജബ്ബാർ മൗലവിയുടെ വാദമല്ലേ, സക്കരിയ മൗലവിക്ക് അങ്ങനെ വാദമില്ലല്ലോ എന്നാ. അങ്ങനെ വാദമില്ലല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ മാന്യമായൊരു വിശദീകരണം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി, ഒരാൾക്കും ഈ അലാലത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി, അതിലേക്ക് ആരും വീണു പോകാതിരിക്കാൻ വേണ്ടി വിശദീകരണം നടന്നു. എന്നിട്ടോ അതിന് എതിർ വിശദീകരണം നടത്തുക. എന്നിട്ട് എന്താ പറയുന്നത്? എന്താ അവിടെ പറയുന്നത്? ഈ രൂപത്തിൽ ചോദിച്ചാലോ പ്രശ്നമില്ല. മടവൂരികള് അബ്ദുൽ ജബ്ബാർ പോലെ വിളിച്ച് ചോദിച്ചു, റഖീബ് അതീദ് ഹാദിർ അല്ലേ, അവരോട് ചോദിച്ചാൽ ശിർക്കാവോ? അപ്പൊ മൗലിയോട് ചോദിക്കാൻ പാടില്ല, തെറ്റാണത്. അല്ല, ശിർക്കാവോ എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, റഖീബ് അതീദിനെ വിളിക്കാൻ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാന്ന് അതിന്റെ അർത്ഥം തന്നെ. ശിർക്കാകാത്ത എന്തെല്ലാം കാര്യം ഞാൻ കണ്ടോ? ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാന്നാണ് എൻ്റെ അർത്ഥം, അല്ല ശിർക്കല്ല എന്നതിന്റെ അർത്ഥം. ഒരാള് റഖീബ് അതീദിനെ വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അങ്ങനെ വിളിക്കണ ശിർക്കല്ല. ഒരാളെങ്ങനെ വിളിച്ചാൽ ശിർക്കല്ല. ഇത് അടിസ്ഥാനപരമായി പിഴവാണോ അതോ ഹക്കാണോ? എന്താ ഇത്? ഇത് അടിസ്ഥാനപരമായി പിഴവാണോ ഹക്കാണോ? റഖീബ് അതീദ് നമ്മുടെ കൂടെ ഈ ഇത്രയും കാലം ഉണ്ടായിട്ട് ഇതുവരെ നമ്മളിങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിൽ പോലും കൽബിൽ പോലും അങ്ങനെ ഒരു വിചാരം വന്നിട്ടില്ല, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. പിന്നെ ഈ ചിന്ത എവിടുന്ന് വന്നു? റഖീബ് അതീദ് നമ്മുടെ കൂടെയുണ്ട്. ആ കൂടെയുള്ള റഖീബ് അതീദിനോട് ചോദിക്കാമോ? ചോദിക്കാൻ തെളിവില്ല. എന്താ? ഖുർആനിലായത്തില്ല, അതുകൊണ്ട് തെളിവില്ല. ഹദീസില്ല, അതുകൊണ്ടാണ് തെളിവില്ല എന്ന് പറയുന്നത്. ഒരാൾ ചോദിച്ചാലോ, ഒരു ജബ്ബാർ മൗലവി ചോദിച്ചാലോ, അല്ലെങ്കിൽ ജബ്ബാർ മൗലവിയുടെ വാത് കേൾക്കുന്ന ഒരാൾ ചോദിച്ചാലോ അത് ശിർക്കല്ല. അല്ലെങ്കിൽ സക്കരിയ മൗലവിയുടെ വാത് കേട്ട ഒരാൾ ചോദിച്ചാലോ അത് ശിർക്കല്ല. ഈ അപകടം പിടിച്ച വാദത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? മലക്കുകളെ വിളിച്ചവർ ലോകത്ത് കഴിഞ്ഞുപോയി, മലക്കുകളെ വിളിക്കാത്തവരുണ്ടായിരുന്നില്ല എന്നല്ല ഖുർആൻ മലക്കുകളെ ആരും വിളിച്ചിട്ടില്ലെന്നല്ല ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് മലക്കുകളെ വിളിച്ചവരുണ്ട്.
അവരെ കുറിച്ച് എന്താ അല്ലാഹു പറയുന്നത്? സൂറത്തുൻ നിസാഇന്റെ 117-ാമത്തെ ആയത്തിൽ കാണാം, യദഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ വയദഊന ഇല്ലാ ശൈത്വാനം മരീദാ. വിശുദ്ധ ഖുർആൻ പറയാണ്, അവർ ചില പെണ്ണുങ്ങളെ അല്ലാതെ വിളിക്കുന്നില്ല. യദഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ, അല്ലാഹുവിന് പുറമെ ചില സ്ത്രീകളെ അല്ലാതെ അവർ വിളിക്കുന്നില്ല. വയദഊന ഇല്ലാ ശൈത്വാനം മരീദാ, ആട്ടപ്പെട്ട പിശാച്, ആട്ടിയോടിക്കപ്പെട്ട പിശാച്, ശൈത്വാനെ അല്ലാതെ അവർ വിളിക്കുന്നില്ല എന്ന് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നത് കാണാം. ഇവിടെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഹുമുൽ മലായിക, അവര് മലക്കുകളാണ്, മലക്കുകളാണ്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസാ, പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളെ അവർ അള്ളാഹുവിന്റെ പെൺമക്കളാക്കി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ വിളിച്ചത് ആ മലക്കുകളെയാണ്. മലക്കുകളെ വിളിച്ച് തേടിയ ദുആ ചെയ്ത ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവർ തേടുന്നത് ആരോടാണെന്നറിയോ? അതെ, ആട്ടപ്പെട്ട പിശാചിനോടാണ്, ശൈത്താനോടാണ് അവർ ചോദിക്കുന്നത്. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്ത് സബയിന്റെ 40-41 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, വയൗമ യഹ്ശുറുഹും ജമീആ, മുഴുവത്തെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞാൽ ജിന്നുകളെയും മലക്കുകളെയും മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും അല്ലാഹു തന്റെ കോർട്ടിൽ ഹാജരാക്കിയിട്ട് നേരത്തെ ജിന്നുകളോടാണ് ചോദിച്ചതെങ്കിൽ സുമ്മയഖൂലു ലിൽ മലായിക, മലക്കുകളെ വിളിച്ചല്ല ചോദിക്കുകയാണ്, മലക്കുകളോടല്ല ചോദിക്കുകയാണ്. മലക്കുകളോട് ദുആ ചെയ്ത, മലക്കുകളോട് സഹായം തേടിയ, മലക്കുകളെ ആരാധിച്ച ആളുകളെയും മലക്കുകളെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് മലക്കുകളോടല്ല ചോദിക്കുന്നു, അല്ല മലക്കുകളെ, ഇവർ നിങ്ങളെയാണോ ആരാധിച്ചത്? ഇവർ നിങ്ങളോടാണോ ദുആ ചെയ്തത്? ഇവർ നിങ്ങളെ വിളിച്ചുകൊണ്ടാണോ തേടിയത് എന്ന് മലക്കുകളോട് അല്ലാഹു പരലോകത്ത് മലക്കുകളെ വിളിച്ചവരെയും മലക്കുകളെ ആരാധിച്ചവരെയും ഹാജരാക്കിക്കൊണ്ട് ചോദിക്കുമ്പോ ഖാലൂ, ആ മലക്കുകൾ മറുപടി പറയുന്നു, സുബ്ഹാനക അന്ത വലിയുനാ മിൻ ദൂനിഹിം, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. നീയാണ് ഞങ്ങളുടെ വലിയ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവരല്ല, വേറെ ഒരാളുമല്ല. നേരെ ഇവർ ഞങ്ങളെ ആരാധിച്ചിട്ടില്ല റബ്ബേ, ഞങ്ങളോട് തേടിയിട്ടില്ല റബ്ബേ. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, അവർ തേടിയത് ആരോടാ? ജിന്നുകളോടാണ്. യഥാർത്ഥത്തിൽ അവർ തേടി ആരോടാ? മലക്കിനോട്. പക്ഷെ മലക്ക് പറയാണ് ഇവർ തേടിയത് ആരോടാ? പടച്ചോനെ, ഞങ്ങളെ വിളിച്ചു എന്നാ അവര് പറഞ്ഞത്, പക്ഷെ വിളിച്ച് കേട്ടതാരാ? ഇവരാരെ വിളിച്ചത്? ബൽക്കാനു യഅ്ബുദൂനൽ ജിന്ന, ഇവർ ആരാധിച്ചത് ജിന്നുകളെയാണ് റബ്ബേ. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, ഇവരിൽ അധികം ആളുകളും ആ ജിന്നുകളിൽ വിശ്വാസമുള്ളവരായിരുന്നുവെന്ന് പരലോകത്ത് വന്ന് മലക്കുകൾ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ വിളിക്കാൻ തെളിവില്ല, വിളിച്ചാൽ ശിർക്കാവൂല. മലക്കിനെ വിളിച്ചാൽ എന്നുവെച്ചാൽ നമ്മുടെ കൂടെയുള്ള റക്കീബ് അത്തീദ്. ഇനി അതല്ല, ഒരാൾ സക്രാത്തിന്റെ ഹാലാണെങ്കിൽ അവിടെ ആരുണ്ട്? സക്രാത്തിന്റെ ഹാലാണെങ്കിൽ അവിടെ ആരുണ്ട്? മലക്കുൽ മൗത്ത് ഉണ്ട്. അപ്പൊ ഒരാൾ സക്രാത്തിന്റെ ഹാലാണെങ്കിൽ അവിടെ മലക്കുൽ മൗത്ത് ഉണ്ട് എന്ന് വിചാരിച്ച് മലക്കുൽ മൗത്തിനെ വിളിച്ചാൽ ഒരിക്കലും അത് ശിർക്ക് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഇതിന് വല്ല തെളിവുമുണ്ടോ? ഞങ്ങളതാ ചോദിച്ചത്. വല്ല തെളിവുമുണ്ടോ? അത് സലഫികൾക്ക് അറിയേണ്ടത്. അപ്പോഴാണ് ഇവർ സാധാരണ നടത്തുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്ലിപ്പുണ്ട് എന്ന്. ആറ് ക്ലിപ്പ്? അനസ് മൗലവിയുടെ ക്ലിപ്പുണ്ട്. പിന്നെ ആറ് ക്ലിപ്പ്? അബ്ദുറഹ്മാൻ സലഫിയുടെ ക്ലിപ്പുണ്ട്. പലരുടെയും ക്ലിപ്പുണ്ട് എന്നാ. ഇതെപ്പോഴാ പ്രമാണമായി നമുക്ക് മനസ്സിലായിട്ടില്ല. പ്രമാണം അല്ലാഹുവിന്റെ ഖുർആനാണോ? അല്ല. ഹദീസാണോ? അല്ല. സ്വഹീഹായ ഹദീസും അല്ല, അതുപോലെ ആയത്തും അല്ല. പിന്നെ ക്ലിപ്പു അനസിന്റെ ക്ലിപ്പ്, ക്ലിപ്പ് അബ്ദുറഹ്മാൻ സലഫിയുടെ ക്ലിപ്പ്. ഇതെന്നാ ഒന്നാം പ്രമാണം അനസിന്റെ ക്ലിപ്പോ, രണ്ടാം പ്രമാണം അബ്ദുറഹ്മാൻ സലഫിയുടെ ക്ലിപ്പോ ആയത് എന്നാ? നമുക്ക് മനസ്സിലാകണില്ല. ഇവരൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ, ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. വലിയ വലിയ പണ്ഡിതന്മാരാ, മുഹദ്ദിസുകളാണ്, ഡോക്ടറേറ്റ് എടുത്ത ആളുകളാ. ഇവരിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത് ക്ലിപ്പല്ല. ആയത്തുണ്ടോ ഹദീസുണ്ടോ? ആയത്തുണ്ടോ ഹദീസുണ്ടോ? പക്ഷേ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കണം, ആയത്തും ഹദീസും കൈവിട്ടപ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും പരിഹസിക്കുന്നു, നടന്ന് പരിഹസിക്കുകയാണ്. കാര്യം എന്താണെന്നറിയോ? ഈ ജാതി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കാണിക്കുന്നറിയാം, വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിശദീകരണത്തിന് ഇറങ്ങിയപ്പോ ആദ്യമായി തന്നെ ചില ആളുകൾ, MD വിഷനെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കുതന്ത്രം കാണിച്ചപ്പോ ഞാൻ പരസ്യമായി പറഞ്ഞു, എന്റെ അഖീദ, എന്റെ വിശ്വാസം ഇന്നതാണ്.
ഇനി അതല്ല, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മലക്കിനോടോ ജിന്നിനോടോ സഹായം തേടുന്നത് ശിർക്കല്ലെന്നോ തേടാമെന്നോ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തൗബ ചെയ്യുന്നു, പരസ്യമായി തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞു. മൂപ്പര് പറയാൻ പറ്റൂല, തൗബ ചെയ്യാൻ പറ്റൂല, എനിക്ക് തൗബ ചെയ്യാൻ പറ്റൂല, എനിക്ക് പശ്ചാത്തപിക്കാൻ പറ്റൂല, സമ്മതിക്കൂല, തൗബ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആ തൗബ അല്ല പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഇന്നി യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങണേ എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാനപരമായ തത്വത്തെ തന്നെ പരിഹസിക്കുകയാണ്. ആ പരിഹാസത്തിന്റെ ക്രൂരത, ആ പരിഹാസത്തിന്റെ ആഴം, ആ പരിഹാസത്തിന്റെ ശബ്ദം നേർക്കുനേരെ തന്നെ നിങ്ങൾ കേട്ടോളൂ. ഇപ്പൊ പുതിയ തൗഹീദുമായി ഇറങ്ങിക്ക കുമ്പസരിച്ചാ തീരോ? അനസ് മൗലവി കരഞ്ഞാ തീരുന്ന പ്രശ്നമല്ല ഇത് കേട്ടോ. അനസ് മൗലവി കരയുന്നോട്ടോളി. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും. അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പോ മൂപ്പര് പറയാണ് ഞങ്ങൾ ഇതാ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അതിലും ഒരു ചതി, എന്ത് ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. എന്നാ പിന്നെ ഇതിനെ തൗബ ചെയ്യണ്? പിന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തൗബയിലും ചതി. എന്തൊരു കഷ്ടം. അപ്പൊ അബ്ബാർ മൗലവി പറഞ്ഞ ശിർക്ക് തന്നെയാണ് എന്നെ പോലെ മനസ്സിലുള്ളത്. എന്നിട്ടും ശിർക്കല്ല, തെറ്റല്ല. എവിടെയതിൽ ശിർക്ക്? അമ്പലക്കടവിനോട്. എവിടെയതിൽ ശിർക്ക്? അലിമദിനോട്. മനസ്സിലെന്താ? ശിർക്കാണ് എന്നാണ്. പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? നിങ്ങൾ കാപട്യം കാണിച്ചിനാവും തൗബ ചെയ്യണേ അല്ലേ? ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ അതപ്പതിക്കല്. ഇത് നിങ്ങൾ തൗബ ചെയ്താ തീരുവോ? നമ്മളെല്ലാരും പറഞ്ഞല്ലേ, ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സലഫി പണ്ഡിതന്മാരും തൗബ ചെയ്യാൻ പറ്റുമോ? തൗബ ചെയ്യലേ തെറ്റ് ബോധ്യപ്പെട്ടോല. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തൗബ ചെയ്യാനും പോണില്ല. മൂപ്പർ തൗബ ചെയ്യൂല. നിങ്ങൾ തൗബ ചെയ്യേണ്ട, ഞങ്ങൾ തൗബ ചെയ്തോളാം. നിങ്ങൾ തൗബ ചെയ്യേണ്ട, ഞങ്ങൾ തൗബ ചെയ്തോളാം. കാര്യം അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ എന്നാണ്. മുഅ്മിനീങ്ങളെ നിങ്ങൾ തൗബ ചെയ്തോളൂ എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ തൗബ ചെയ്തോളാം, നിങ്ങൾ തൗബ ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ തൗബ ചെയ്യണ. ഞാൻ തൗബ ചെയ്യൂല, തെറ്റാന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാ. മാന്യ സഹോദരങ്ങളെ, ഒരാൾ തെറ്റ് ചെയ്താലേ തൗബ ചെയ്യാൻ പാടുള്ളൂ ഈ മുഹദ്ദിസിന് ആരാ പറഞ്ഞു കൊടുത്തത്? ഞാൻ അദ്ദേഹത്തെ താഴ്ത്തി കാണാൻ ഉദ്ദേശിക്കണില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനവും മാനവും ബഹുമാനവും ഒക്കെ നമ്മൾ വകവെച്ചു കൊടുക്കുക. അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതനല്ലേ. ഒരാൾ തെറ്റ് ചെയ്താലേ തൗബ ചെയ്യാവുന്ന ആരാ പറഞ്ഞത്? യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ. അല്ലാഹുവിന്റെ റസൂൽ പറയാണോ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ, അവരിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ. ഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ തൗബ ചെയ്യുന്നുണ്ട്. ആരാ പറയുന്നത്? ആരാ പറഞ്ഞത്? തെറ്റ് ചെയ്യാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഞാൻ തൗബ ചെയ്യൂല. മൂപ്പരന്നെ പറയും തെറ്റ് ചെയ്യുന്നു ചെയ്യണില്ല, എന്നിട്ട് തൗബ ചെയ്യണത്. തെറ്റ് ചെയ്യാതില്ല തൗബ ചെയ്യണത്. കഫാറത്തുൽ മജ്ലിസ് എന്താ മാന്യ സഹോദരങ്ങളെ? കഫാറത്തുൽ മജ്ലിസ് ഒന്ന് പറഞ്ഞൊന്ന് കേൾക്കട്ടെ. ഞാൻ ഒരു വാള് കേട്ടിട്ട് ഇറങ്ങിപ്പോണതിന് മുമ്പ് എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? പറഞ്ഞോ, നിങ്ങൾക്കും കൂലി കിട്ടും. അവസാനം എന്താ പറഞ്ഞത്? അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വാള് കേട്ടിട്ട് അവസാനം എണീറ്റ് പോകുമ്പോൾ പറയാ അസ്തഗ്ഫിറുക, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിന് ചോദിക്കുന്നു. വ അതൂബു ഇലൈക്, അല്ലാഹുവേ നിന്നോട് ഞാൻ തൗബ ചോദിക്കുന്നു. വാള് കേട്ട മഹാപാപമായി പോയോ? ആണോ? അല്ല. അതെന്ന് വെച്ചാല് സൂക്ഷ്മത. ഞാൻ വേണ്ടാത്തത് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ, വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ,
പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, തൗബ തരണേ അല്ലാ. ആ കുറച്ച് കരഞ്ഞിട്ട് പറഞ്ഞാൽ കൂടുതൽ പ്രതിഫലമുണ്ട്. കാര്യം എന്നറിയോ? കണ്ണുനീരും നിന്റെ കണ്ണിൽ നിന്ന് ഒലിക്കുന്ന കണ്ണുനീരും നരകത്തിലെ തീയും യോജിക്കൂല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരഞ്ഞിട്ടാ പറയണമെങ്കിൽ ആ കണ്ണുനീര് നരകത്തീയെ കെടുത്തും. നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ല പൊറുത്തു തരും. പക്ഷെ ഇയാൾ പറയാ പൊറുക്കൂല, ഞാൻ തൗബ ചെയ്താ പൊറുക്കൂല എന്ന് പറഞ്ഞാൽ അത് പറയാൻ താങ്കൾക്ക് എന്താ അവകാശം? പണ്ടൊരാള് പറഞ്ഞു കാര്യമെന്താ? പണ്ടൊരാള് പറഞ്ഞു. അതെ, വളരെ വ്യക്തമായി നമുക്ക് കാണാം. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാന റജുലാനി മിൻ ഫീ ബനി ഇസ്രായീല മുതആഖിയൈൻ ഫകാന അഹദുഹുമാ യുദ്നിബു വൽ ആഖറു മുജ്തഹിദുൻ ഫിൽ ഇബാദ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ബനു ഇസ്രായേൽപ്പെട്ട രണ്ടാളുകള്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പാപിയാണ്, ഒരു പാപം ചെയ്തവനാണ്, തെറ്റ് ചെയ്തവനാണ്, കുറ്റം ചെയ്തവനാണ്. മറ്റേയാളോ അയാൾ വലിയ ഖാലിയാരാ. അയാൾ ആരാ? വൽ ആഖറു മുജ്തഹിദുൻ ഫിൽ ഇബാദ. അയാൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളരെയധികം അധ്വാനിക്കുന്ന ആളാണ്. അപ്പൊ ഈ മുജ്തഹിദ് മറ്റേയാളെ കണ്ടപ്പോൾ പറഞ്ഞു, എന്ത്, നീ തെറ്റ് ചെയ്യരുത്, കുറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഒന്ന് കുറക്ക്, ഈ പാപം ചെയ്യണൊക്കെ ഒന്ന് നിർത്തറ എന്നൊക്കെ ഇയാൾ പറയാം. ആരാ പറയണത്? ഈ മുജ്തഹിദ് മറ്റേ ആളോട് പറയാം. ഈ വലിയ ആബിദ് മറ്റേടത്തോട് പറയാ. അപ്പൊ ഇയാൾ പിന്നെയും ആ പാപം ചെയ്യും. വീണ്ടും ആര് പറഞ്ഞു? ഈ ഇബാദത്ത് ചെയ്യണവൻ മറ്റേയാളോട് പറഞ്ഞു, നീ കുറക്ക് എന്ന് പറഞ്ഞു. രണ്ടാമതും കുറച്ചില്ല. മൂന്നാമത് പിന്നെയും പറഞ്ഞപ്പോ ഈ പാപി പറഞ്ഞു, ഖല്ലിനി വറബ്ബി അബ്ഇസ്ത അലയ്യ റഖീബ. എന്നെ വിട്ടേക്കടാ, ഞാൻ റബ്ബിലേക്ക് പോയിക്കോളാം, ഞാൻ എന്റെ റബ്ബുമായിട്ട് നോക്കിക്കോളാം. അബ്ഇസ്ത അലയ്യ റഖീബ, എന്നെ നോക്കാൻ അല്ല നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നിന്റെ പണി നോക്ക്. ആരാ പറഞ്ഞത്? ഈ പാപി ആരോട് പറഞ്ഞു? ഈ പറയുന്ന വലിയ മുജ്തഹിദിനോട്, ഇബാത്തിനോട് പറഞ്ഞു. അപ്പൊ മറ്റേ ഈ ആലിമ് പറഞ്ഞു, ഈ ഇബാത്തിനോൻ പറഞ്ഞു, ലാ യഗ്ഫിറുല്ലാഹു ലക വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക ഔ ലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന. ലാ യഗ്ഫിറുല്ലാഹു ലക, അല്ലാഹു നിനക്ക് പൊറുക്കൂലടാ, വല്ലാഹി അല്ലാഹു നിനക്ക് പൊറുക്കൂലടാ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞതാരാ? പാപിയല്ല. ഈ ആലിമ് പറയാ പാപിയോട്, ലാ യഗ്ഫിറുല്ലാഹ് വല്ലാഹ്, അല്ലാഹുവിനെ തന്നെ സത്യം, അല്ലാഹു നിനക്ക് പുറത്തരൂലടാ, അല്ലെങ്കിൽ ലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന, അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിൽ കടത്തൂലടാ എന്ന് പറഞ്ഞു. ഫഖുബില അർവാഹുഹുമാ ഫജ്തമഅ ഇൻദ റബ്ബിൽ ആലമീൻ. ആ രണ്ടാളുകളും മരിച്ചു, അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നു, റബ്ബിന്റെ അടുക്കൽ ചെന്നു. ആ സന്ദർഭത്തിൽ അല്ല പറഞ്ഞു എന്താ പറഞ്ഞത്? ഫഖാല ലിഹാദൽ മുജ്തഹിദ് അകുന്ത ബി ആലിമൻ ഔ കുന്ത അലാ മാ ഫീ യദി ഖാദിറാ. നീ എന്റെ കാര്യം അറിയുന്നവനാണോ? ഞാൻ ആർക്കൊക്കെ പുറത്തു കൊടുക്കും, ആർക്കൊക്കെ പുറത്തു കൊടുക്കൂലെന്ന് നിനക്കറിയടോ മുജ്തഹിദേ? നിനക്കറിയുമടോ ആബിദേ? ഞാൻ ആർക്കൊക്കെ പുറത്തു കൊടുക്കും, ആർക്കൊക്കെ പുറത്തു കൊടുക്കൂലെന്ന് നിനക്കറിയുമടോ? നീ കൽബ് കാണുന്നവനാണോ? നീ ഹൃദയം കാണുന്നവനാണോ? അതല്ല എന്റെ കഴിവിന്റെ മേൽ, എന്റെ കയ്യിലുള്ള ആ കുദറത്തിന്റെ മേൽ എന്തധികാരമാണ് നിനക്കുള്ളത്? എന്നിട്ട് വഖാല ലിൽ മുദ്നിബി ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ബിറഹ്മതി. ആ പാപിയോട് അല്ലാഹു പറയും, പോയിക്കടാ സ്വർഗ്ഗത്തിലേക്ക്, പോയിക്കടാ സ്വർഗ്ഗത്തിലേക്ക്. എന്റെ അധികാരത്തിൽ കൈയിടാൻ അവനാരാ? മുജ്തഹിദ് ചമഞ്ഞു വന്നവനാരാ? പൊയ്ക്കോ നീ സ്വർഗ്ഗത്തിലേക്ക്. വഖാല ലി ആഖർ ഇദ്ഹബൂ ബിഹി ഇലന്നാർ. മുജ്തഹിദിനോട് അല്ലാഹു പറയും, അല്ലാഹു പൊറുക്കൂല എന്ന് പറഞ്ഞവനോട് അല്ലാഹു പറയും, പൊയ്ക്കോ നരകത്തിലേക്ക്, പൊയ്ക്കോ നരകത്തിലേക്ക് ആബിദേ, പൊയ്ക്കോ നരകത്തിലേക്ക് മുജ്തഹിദേ. ഹദീസല്ലേ ഇത്? ഈ ഹദീസ് പഠിച്ചിട്ടില്ലേ? എനിക്ക് അല്ലാഹു പൊറുക്കൂല എന്ന് പറയാൻ ഇദ്ദേഹം ആരാണ്? എന്റെ കൽബ് കണ്ടോ നിങ്ങൾ? എന്റെ ഹൃദയം കണ്ടോ നിങ്ങൾ? അതല്ല അള്ളാഹുവിന്റെ അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടായോ? അപ്പോ ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞതിനെ പറ്റി എന്താ? തൗബയിലും ചതി പരിഹസിക്കുകയാണ്. തൗബയിലും ചതി. ആ ചതി ഉണ്ടെങ്കിൽ കാണുന്ന റബ്ബുണ്ടല്ലോ. ഞാൻ എന്റെ റബ്ബിനോടല്ല അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞത്, അതൂബു ഇലല്ലാഹ് എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ റബ്ബിനോട് തൗബ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? അല്ലാതെ അതൂബു ഇലാ സക്കരിയ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അസ്തഗ്ഫിറു ഇലാ സക്കരിയ എന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ലെങ്കിൽ അതൂബു ഇലൽ ജിന്ന് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലേ ഇടപെടേണ്ടതുള്ളൂ. ഞാൻ എന്റെ റബ്ബിനോടാണ് പറഞ്ഞത്. മാത്രല്ല ഒരാളെങ്ങനെ മടങ്ങാൻ പറ്റുമോന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എവിടുന്നാണ് ഇവർ പഠിക്കുന്നത്? ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങൾ മുഴുവനും, അറിയപ്പെട്ട ആലിമീങ്ങൾ മുഴുവനും, മുജ്തഹിദുകൾ മുഴുവനും അവര് പറഞ്ഞത് എന്താ? ഞങ്ങൾ മടങ്ങുന്നു എന്ന് പറഞ്ഞവരാണ്.
ഞങ്ങൾക്കെന്നും ഒരേ അഭിപ്രായമാണുള്ളത് എന്ന് പറഞ്ഞവരുണ്ടോ? ഇല്ല കേട്ടോ, ഇല്ല. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും വളരെ വ്യക്തമായി, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് അബൂ ഹനീഫ. ആ അബൂ ഹനീഫ ഇമാം പറഞ്ഞത് എന്താ? ഫഇന്നനാ ബശറുൻ നഖൂലുൽ ഖൗലൽ യൗമ വനർജിഉ അൻഹു ഗദാ. അതെ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഇന്ന് ഞാനൊരു വാക്ക് പറയും, വനർജിഉ അൻഹു ഗദാ, നാളെ ഞാനത് മാറ്റിപ്പറയുമെന്ന് അബൂ ഹനീഫത്തുൽ കൂഫി. ഞാൻ നാളെ മാറ്റിപ്പറയും. എന്തേ കാരണം? എന്താ മാറ്റിപ്പറയണത്? എന്താ മാറ്റിപ്പറയാൻ കാരണം? എന്താ? ആയത്ത് കിട്ടിയാൽ ഞാൻ മാറ്റും, ഹദീസ് കിട്ടിയാൽ ഞാൻ മാറ്റും, അല്ലാതെ മറ്റേ തൂങ്ങിക്കിടക്കൂല. തെളിവില്ലാത്ത ദുർബല ഹദീസിന്റെ ചോട്ടിൽ തൂങ്ങിക്കിടക്കൂല. നേരെ മറിച്ച് ആയത്ത് കിട്ടിയാൽ, ഹദീസ് കിട്ടിയാൽ ഞാൻ മാറ്റും. മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു, വൈഹക യാ യഅ്കൂബ്, യഅ്കൂബിനെ വിളിച്ച് അദ്ദേഹം പറയും, നിനക്ക് എന്ത് പറ്റിയടോ, നിനക്ക് നാശം. ലാ തക്തുബു കുല്ലമാ തസ്മഉ മിന്നി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നത് മുഴുവനും നീ എഴുതി വെക്കരുത്. ഫഇന്നി ഖദ് അററയൽ യൗമ വഅത്റുകുഹു ഗദാ, ഇന്ന് ഞാനൊരു അഭിപ്രായം പറയും, നാളെ ഞാനത് ഉപേക്ഷിക്കും. വഅറാഗദൻ വഅത്റുകുഹു ബഅദ, നാളെ ഞാൻ അതേ ഒരു അഭിപ്രായം പറയും, അതിന്റെ അടുത്ത ദിവസം ഞാനത് ഒഴിവാക്കും. ഷാഫി ഇമാം എന്താ പറഞ്ഞത്? ഷാഫി ഇമാം പറഞ്ഞത് എന്താ? ഇതുപോലെ തന്നെയാണ് ഷാഫി ഇമാമും പറഞ്ഞത്. എന്താ പറഞ്ഞത്? കുല്ലു മസ്അലത്തിൻ സ്വഹ ഫീഹൽ ഖബറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദ അഹ്ലിൻ നഖ്ലി ബിഖിലാഫി മാ ഖുൽതു ഫഅന റാജിഉൻ അൻഹാ ഫീ ഹയാതി വബഅദ മമാതി. തീർച്ചയായും ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ട് അതിനെതിരായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഖബർ വന്നാൽ, ഖുർആനിൽ ആയത്ത് വന്നാൽ, ഹദീസ് വന്നാൽ, ഫഅന റാജിഉൻ അൻഹാ ഫീ ഹയാതി വബഅദ മമാതി വബഅദ മൗതി. അതെ, ആ എനിക്കെതിരായി വന്ന തെളിവ്, എന്റെ വാക്കിനെതിരായി തെളിവ് വന്നാൽ ഞാൻ മടങ്ങും. എപ്പോൾ മടങ്ങും? എന്റെ ജീവിതത്തിലും ഞാൻ മടങ്ങും, എന്റെ മരണശേഷവും ഞാൻ മടങ്ങും. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതാ. ഞാനിവിടെ പറഞ്ഞത് എന്താ? എന്റെ വാക്കിലോ എന്റെ പ്രസംഗത്തിലോ ഈ ആശയം ഖുർആനെതിരായ, സുന്നത്തിനെതിരായ, തൗഹീദിനെതിരായ ഒരു വാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞതിനു വേണ്ടി പറഞ്ഞിട്ടില്ല, വാദിച്ചിട്ടില്ല. എന്റെ ഹൃദയത്തിൽ അങ്ങനെ വിശ്വാസം പേറിയിട്ടില്ല. നേരെ മറിച്ച് എന്റെ വാക്ക് അല്ലെങ്കിൽ അതിന്റെ സൂചന അല്ലെങ്കിൽ അതിന്റെ പ്രയോഗങ്ങൾ ആ രൂപത്തിലായിട്ടുണ്ടെങ്കിൽ അതൂബു ഇലല്ലാഹ്, അതൂബു ഇലല്ലാഹ്, ഞാൻ തൗബ ചെയ്യുന്നു, പരസ്യമായി ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഇനി മാത്രമല്ല, അദ്ദേഹം ഇപ്പോ പറഞ്ഞില്ല, പരിഹസിച്ചു. ആ പരിഹാസം കൊണ്ട് നിർത്തുന്നില്ല, വീണ്ടും അദ്ദേഹം പരിഹസിക്കുന്നു. ഇനി കാണിച്ചു കൊടുക്കുമ്പോ വീണ്ടും പറയട്ടെ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫൗലായിക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് പ്രശ്നമാണ്, മൂപ്പർക്ക് പ്രശ്നം, കാര്യം ക്ലിപ്പിടാൻ പറ്റൂല, അതൊരു പ്രശ്നം തന്നെയാ. കാര്യം ഓതാനൊരായത്തുണ്ടോ? ഇല്ല. വായിക്കാനൊരു ഹദീസുണ്ടോ? ഇല്ല. പിന്നെ ആകെയുള്ളതൊരു ക്ലിപ്പാണ്, അത് തൗബ ചെയ്ത് ക്യാൻസലായി പോയി. മനസ്സിലായോ? അപ്പൊ മൂപ്പർക്ക് പ്രശ്നം തന്നെ തൗബ ചെയ്താല്. ഞങ്ങൾക്ക് പ്രശ്നമാണ് ഇതാ. മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പൊ ഇതിനെ തൗബയെ മൂപ്പര് പരിഹസിക്കുക ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്നാ. മാന്യ സഹോദരങ്ങളെ, ഇദ്ദേഹം തന്നെ മുമ്പ് പ്രസംഗിച്ചത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസംഗം എന്തായിരുന്നു? ഇപ്പൊ പരിഹസിച്ച് നടക്കണ്ടല്ലോ, കേരളം ഒട്ടാകെ പരിഹസിച്ച് നടക്കണ്ടല്ലോ. ഇദ്ദേഹം ആദ്യം പ്രസംഗിച്ചത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്.
എന്നിട്ട് ഇപ്പൊ പറഞ്ഞതുമായിട്ടൊന്ന്. പക്ഷെ എത്ര പഠിച്ചാലും അയാളെ വിജ്ഞാനം തീരുന്നില്ല. കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ വിജ്ഞാനം വീണ്ടും വികസിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതിലൊക്കെ ചില അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടത്. ഞാൻ പണ്ട് പറഞ്ഞ ആ ജഹാലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു പറയല്ല. എടോ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കൗലും ഖദീമും കൗലും ജദീദും ഉണ്ടായത് എങ്ങനെയാ? പഴയ അഭിപ്രായം പുതിയ അഭിപ്രായം ഇല്ലേ മദ്ഹബിൽ? എങ്ങനെ? എന്താ അത് കാരണം? പഴയ അഭിപ്രായം എന്ന് പറയുന്നത് പണ്ട് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്. ഇയാൾക്കൊക്കെ പഠിച്ചതിന് ശേഷം പറഞ്ഞ